ഇന്ന് തിങ്കളാഴ്ചത്തെ കംപ്ലീറ്റ് ആയിട്ടുള്ള സ്റ്റോറിയാണ് കേട്ടോ പറയാൻ പോകുന്നത്. ഈ ആഴ്ചയിലേക്കുള്ള മുഴുവൻ സ്റ്റോറി നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നയനേനെയും ദേവേനോട് തെറ്റിക്കാൻ വേണ്ടിയിട്ട് ജലജ ഒരു ഹൈ പ്ലാനിങ് തന്നെ ചെയ്യാണ്. അതായത് വീട്ടിലെ വേലക്കാരിയെ മീനാക്ഷിയോട് ആദ്യം പോയിട്ട് മീനാക്ഷി ദേവേനോട് ശമ്പളം ചോദിക്കുമ്പോൾ അഡ്വാൻസ് ചോദിക്കുമ്പോൾ കൊടുക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് അവസരം എന്നും പറഞ്ഞുകൊണ്ട് മീനാക്ഷി എടുത്ത് പോയിട്ട് ജലജ കുറെ പറയുന്നുണ്ട്. നയനോട് ചോദിച്ചു നോക്ക്, അവൾ തരും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയനോട് പോയിട്ട് മീനാക്ഷി ചോദിക്കുമ്പോൾ ചേച്ചി ഞാനൊന്ന് നോക്കട്ടെ, ആദർശനോട് ചോദിച്ചു നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോകുന്നുണ്ട്. അങ്ങനെ നയന അകത്തേക്ക് പോയതിനു ശേഷം അപ്പൊ ആദർശ് കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആദർശേട്ടാ മീനാക്ഷി ചേച്ചി ഇതുപോലെ 10,000 രൂപ ചോദിച്ചു, ഇത് അത്യാവശ്യ കേസാണെന്നാ പറഞ്ഞത്, പൈസ തരാമോ എന്ന് ചോദിക്കുമ്പോൾ നയന നീ എന്നോട് ചോദിക്കേണ്ട കാര്യമില്ല, നിന്റെ കബോർഡിൽ ഞാൻ പൈസ വെച്ചിട്ടുണ്ടല്ലോ, അത് നിന്റെ ആവശ്യത്തിന് എടുക്കാനാണെന്ന് പറയുമ്പോൾ എങ്കിലും അതെനിക്ക് എടുക്കാൻ തോന്നുന്നില്ല, അതും ആദർശനോട് ചോദിക്കാതെ എനിക്ക് എടുക്കാൻ തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ എടുത്തോട്ടെന്ന് ചോദിക്കുമ്പോൾ നീ എടുത്തോണ്ട് പോയിക്കോ, നിന്റെ ആവശ്യമുള്ള പൈസ നീ എടുത്തോളാൻ പറയണം. അങ്ങനെ നയന 10,000 രൂപ ആദർശനോട് ചോദിച്ചിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പൊ ടാങ്ക്സ് ഉണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ എന്തിനാ ടാങ്ക്സ് ഒക്കെ, അത് നിനക്കുള്ള ക്യാഷ് ആണെന്ന് പറയുമ്പോൾ എനിക്ക് ക്യാഷ് വേണ്ട എന്ന് നയന പറഞ്ഞിട്ട് ക്യാഷും കൊണ്ട് പോവാണ്. ഇങ്ങനെ ഒരു അഹങ്കാരി എന്നും പറഞ്ഞിട്ട് ആദർശ് വർക്ക് തുടരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയന ഈ ക്യാഷ് കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ജലജ പോയിട്ട് ദേവിയോട് പറയാണ്, ചേച്ചിയല്ലേ പറഞ്ഞത് മീനാക്ഷിക്ക് പൈസ കൊടുക്കാൻ പറ്റില്ല എന്ന്. ഇത് കേട്ടുകൊണ്ട് പോയിട്ട് നയന മീനാക്ഷിയോട് പറയുക, ഞാൻ പൈസ തരാമെന്നും പറഞ്ഞിട്ട് എന്റെ അമ്മായിമ്മ തന്നില്ലെങ്കിൽ എന്താ, അവരൊരു അഹങ്കാരിയാ, അവര് സ്വർണ്ണ കോട്ടയിൽ ജനിച്ചുകൊണ്ട് അവർക്ക് ഇത്ര അഹങ്കാരം, നിങ്ങൾക്ക് ക്യാഷ് ഞാൻ തരാം, ഇനി ക്യാഷൊക്കെ വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, കാരണം ഞാനാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ മൂത്ത മരുമകൾ, അധികാരമൊക്കെ എന്റെ കയ്യിലാണ്, അതുകൊണ്ട് എന്നോട് ക്യാഷ് ചോദിച്ചാൽ മതി എന്നും പറഞ്ഞിട്ട് ദേവേനെ എരിപിരി കയറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഏട്ടത്തിയോട് മീനാക്ഷി പൈസ വെക്കുന്നത് കേട്ടു, എന്നിട്ട് അവൾക്ക് ഇത്ര അഹങ്കാരം എന്നും പറഞ്ഞ് ജലജ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് കേട്ട് കലിതുള്ളി ദേവയാനി ഇറങ്ങി വരുമ്പോൾ കാണുന്ന കാഴ്ച നയന തുടച്ചുകൊണ്ടിരിക്കുന്ന മീനാക്ഷിയുടെ കയ്യിലേക്ക് പൈസ കൊടുക്കുന്നതാണ്. അവരിങ്ങനെ സാരിയിൽ കൈയൊക്കെ തൂത്തിട്ട് ആ പൈസ ഇങ്ങനെ കൈനീട്ടി മേടിക്കാൻ പോകുമ്പോൾ നയന എന്നും പറഞ്ഞ് ഉറക്കെ ഇങ്ങനെ ദേവ്യാനി വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ സൗണ്ട് കേട്ടുകൊണ്ട് ആ വീട്ടിലുള്ള എല്ലാവരും ഹാളിലേക്ക് വന്ന് കൂടി നിൽക്കുകയാണ്. ആദർശ് മാത്രമില്ല കേട്ടോ, ബാക്കി എല്ലാവരും അവിടെ നിരന്ന് നിൽപ്പുണ്ട്. നീ ആരാന്നാടി നിന്റെ വിചാരം, നീ ഏത് പൈസ എടുത്ത് കൊടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അമ്മേ മീനാക്ഷി ചേച്ചിക്ക് പൈസ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ചോദിച്ചു, അവർക്ക് എന്തോ അത്യാവശ്യമാണെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ കൊടുത്തതെന്ന് പറയണം. അപ്പോഴേക്കും അതിന് നിനക്ക് ആരാടി അധികാരം തന്നത്, നീ വീട്ടിൽ ആരടിന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും അമ്മ അതെന്ന് പറയുമ്പോൾ മിണ്ടി പോകരുത്, നിനക്ക് എന്ത് അധികാരത്തിലാണ് നീ പൈസ എടുത്ത് കൊടുത്തത്, നിന്റെ അച്ഛനും അമ്മയും കൊണ്ടു തന്ന പൈസയാണോ, നിനക്ക് ചെലവിനും അച്ചോളം കൊണ്ടു തന്ന പൈസയാണോ, അതങ്ങനെ ഒന്നും കാണത്തില്ലാത്തുള്ള പൈസയൊക്കെ കണ്ടപ്പം അങ്ങ് നെഗളിക്കുകയല്ലേ, നീ ആരാനാടി വിചാരം, നീയാണ് ഇപ്പൊ ഇവിടുത്തെ കാർന്നോത്തി, അങ്ങനെയാണല്ലോ നിന്റെ സംസാരം പെരുമാറ്റമൊക്കെ എന്നൊക്കെ പറയുമ്പോൾ ജയം പറയുന്നുണ്ട്, ദേവേനെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞത്, ഈ ചെറിയൊരു ഇഷ്യൂനെ വലുതാക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇത് ചെറിയ ഇഷ്യൂ ആണോ, ഇത് ഇവളെന്നെ ഇമോഷണൽ ഡാമേജ് ആക്കാൻ ശ്രമിക്കുകയാണ്, കാരണം ആദ്യം മീനാക്ഷി എന്നിട്ട് എന്നോടാണ് പൈസ ചോദിച്ചത്, അപ്പൊ ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞു, അതിന്റെ വാശി തീർക്കാൻ ഇവള് കൊണ്ടുവന്ന് പൈസ കൊടുത്തതാണെന്ന് പറയാണ്. അപ്പോഴേക്കും അയ്യോ അമ്മേ, സത്യമായിട്ട് മീനാക്ഷി ചേച്ചി അമ്മയോട് പൈസ വെച്ച് വരും ഞാൻ അറിഞ്ഞില്ല, സത്യമായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല, മീനാക്ഷിക്ക് അത്യാവശ്യമാണെന്ന് പറഞ്ഞു, അതുകൊണ്ടാന്ന് പറയുമ്പോൾ വേണ്ട, നീ കൂടുതലൊന്നും സംസാരിക്കണ്ട, നിനക്ക് എന്ത് അധികാരം ഇവിടുത്തെ ക്യാഷ് എടുക്കാനുള്ളതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും നയന പറയാണ്, ആപത്തിൽ ഒരാളെ സഹായിക്കുന്നത് ഇത്ര വലിയ തെറ്റാണോ അമ്മേ, അത് മാത്രമല്ല ചേച്ചിയുടെ ഹസ്ബൻഡിനെ സുഖമില്ലാതെ കിടക്കുകയല്ലേ, അതുകൊണ്ടാണ് ചോദിച്ചത്, അവർക്ക് അത്യാവശ്യമാണെന്ന് പറഞ്ഞ് ഹോസ്പിറ്റൽ കേസ് നയണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ കൊടുത്തത്, അങ്ങനെ കൊടുക്കണ്ടേമേ, പിന്നെ എന്തിനാണ് പൈസ എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും നീ കൂടുതൽ എന്നെ പഠിപ്പിക്കണ്ട, ഇത് നീ വന്ന് വലിഞ്ഞു കയറിയവളാണ്, നിനക്കൊരു അവകാശം വീട്ടിൽ ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശനോട് പറയാണ്, നിങ്ങൾ സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ ഇല്ല, ഞാനിതിൽ ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. അപ്പോഴേക്കും നയന ദേവിയോട് പറയാണ്, അമ്മേ ഞാൻ അമ്മയുടെ മരുമകളല്ലേ, ഞാൻ ക്യാഷ് എടുത്ത് കൊടുത്താൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ ആരടിനെ നിന്നെ മരുമകളായിട്ട് അംഗീകരിച്ചിട്ടുള്ളത്, ഒരിക്കലും ഞാൻ അംഗീകരിക്കില്ല എന്ന് പറയുന്നുണ്ട്. ഇതേ സമയത്ത് നയന ചോദിക്കുകയാണ്, അപ്പൊ പണ്ട് അമ്മ ഈ വീട്ടിലേക്ക് വന്നു കയറിയിട്ട് അമ്മ ഇതുപോലെ മീനാക്ഷി ചേച്ചിക്കും ബാക്കിയുള്ളവർക്കൊക്കെ പൈസ കൊടുത്തപ്പം മുത്തശ്ശി ഇതുപോലെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയോന്ന് ചോദിക്കുമ്പോൾ നീ എന്താടി പറഞ്ഞത്, ഞാനും നീയും സമാസമാണെന്നാണോ നിന്റെ വിചാരം, എന്റെ വീട്ടിൽ എനിക്ക് ആവശ്യത്തിന് പൈസ തന്ന ഇങ്ങോട്ടേക്ക് മുറപ്രകാരമാണ് വിവാഹം കഴിച്ച് കൊണ്ടുവന്നത്, അല്ല നിന്നെ പോലെ കള്ളത്തരം കാണിച്ച് വലിഞ്ഞു കയറി വന്നവളൊന്നും അല്ല, അതുകൊണ്ട് നീ അങ്ങനെ സംസാരിക്കുമെന്നും വേണ്ട, മര്യാദക്ക് ഇരുന്നാൽ മതി, അതുപോലെ തന്നെ എനിക്ക്
എനിക്ക് എനിക്കിത് സഹിക്കാനാവുന്നതിലപ്പുറമാണ് നീ എന്നെ മനഃപൂർവ്വം കരിവാരി തേക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോഴേക്കും മീനാക്ഷി പറയാൻ തുടങ്ങുകയാണ്, ഞങ്ങളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, ജലജ പറഞ്ഞിട്ടാണ് ചോദിച്ചത് പറയാൻ തുടങ്ങുമ്പോഴേക്കും ജലജ അവിടെ നിന്ന് കണ്ണ് കാണിക്കുന്നു. മീനാക്ഷി മിണ്ടി പോകരുത്, നീ ഒരുത്തി കാരണം ഇവിടെ അടിയുണ്ടായത്, മര്യാദയ്ക്ക് മാറി നിൽക്കണമെന്ന് പറഞ്ഞ് കണ്ണ് കാണിച്ചിട്ട് മാറി നിൽക്കാൻ പറയാണ്. മീനാക്ഷി പേടിച്ചിട്ടൊരു വാക്ക് പോലും പറയാതെ അവിടെ നിന്ന് മാറി നിൽക്കുകയാണ്. നയന പറഞ്ഞത്, അമ്മയെ സത്യമായിട്ടും ഞാൻ അങ്ങനൊന്നും കരുതിയിട്ട് കൊടുത്തതല്ല, ഒരു സഹായം എന്ന നിലയിൽ കൊടുത്തതേ ഉള്ളൂ. അത് മാത്രമല്ല എനിക്ക് ഈ വീട്ടിൽ അവകാശമുണ്ടെന്ന് പറയുമ്പം, ഓഹോ എന്താണ് നിന്റെ അവകാശം, ആദർശിന്റെ ഭാര്യയാണെന്നുള്ള അവകാശമാണോ ചോദിക്കുകയാണ്. അപ്പോഴേക്കും നയന പറയണം, അമ്മയ്ക്ക് എന്ത് അവകാശമാണ് ഇവിടെ ഉള്ളത്, അതേ അവകാശം എനിക്കിവിടെ ഉണ്ടെന്ന് ദേഷ്യപ്പെട്ട് പറയുമ്പോഴേക്കും, നീ എന്താടി പറഞ്ഞതെന്ന് ചോദിച്ചിട്ട് നയനയുടെ നേരെ കൈ ഓർത്ത് അടിക്കാനവങ്ങാണ്. പെട്ടെന്നാണ് ആ ഒരു സെക്കൻഡിൽ നയനയുടെ കൈക്ക് ദേവിയുടെ കൈക്ക് എന്ന് ആദർശ് പിടിക്കുകയാണ്. അപ്പം ഞെട്ടലോട് കൂടിയിട്ട് ആദർശ് ദേവിയെ തിരിഞ്ഞു നോക്കുമ്പോൾ അത് ആദർശാണ് കേട്ടോ. അമ്മ എന്തായി കാണിക്കാൻ പോകുന്നത് ചോദിക്കുമ്പോൾ, എന്താടാ ഞാൻ കാണിക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത്, ഇവള് കാണിച്ച പരിപാടി കണ്ടോ, ഇവളിരുന്ന് ഇവിടുത്തെ ക്യാഷ് എടുത്ത് മീനാക്ഷിക്ക് കൊടുത്തു, അത് ഞാൻ കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടെന്ന് പറയുമ്പോഴേക്കും ആദർശ് പറയാണ്, അമ്മ എന്തറിഞ്ഞിട്ടായി കിടന്ന് ബഹളം വെക്കുന്നത്, നയന വന്നിട്ട് എന്നോട് ക്യാഷ് ചോദിച്ചു, കൊടുത്തോട്ടെ എന്ന് ചോദിച്ചു, ഞാൻ കൊടുത്തോളാൻ പറഞ്ഞ ശേഷമാണ് അവള് പൈസ കൊടുത്തത്, അല്ലാതെ അവള് തന്നിഷ്ടത്തിന് ചെയ്തതല്ല എന്ന് പറയുമ്പോഴേക്കും ദേവേനെ ഒന്നും മിണ്ടാ നിൽക്കാൻ കേട്ടോ. എന്നിട്ട് പറയാണ്, അത് മാത്രമല്ല നയന ഇവിടുന്ന് ക്യാഷ് എടുത്ത് കൊടുത്താൽ എന്താ കുഴപ്പം, അവളിപ്പോ ഈ വീട്ടിലെ മൂത്ത മരുമകളാണ്, അവൾക്ക് ക്യാഷ് എടുത്ത് കൊടുക്കാനുള്ള പൂർണ്ണ അധികാരം അവകാശവുമുണ്ട്, അതുകൊണ്ട് അവളിങ്ങനെ കൊടുത്താൽ എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോഴേക്കും ദേവേനിക്കൊരു വാക്ക് പോലും മിണ്ടാനില്ലാതെ അവിടെ ഇങ്ങനെ പഞ്ചപുച്ഛവും മടക്കി മിണ്ടാതെ നിൽക്കാൻ കേട്ടോ. അത് മാത്രമല്ല ഈ വീട്ടിലേക്ക് നമ്മളെ വിശ്വസിച്ച് വന്ന് കയറിയൊരു മരുമകളാണ് നയന, ഈ വീടിന് ഒരു പാരമ്പര്യവും ഒക്കെയുണ്ട്, അത് കാത്തു സൂക്ഷിക്കേണ്ടത് ഏറ്റവും മൂത്ത മരുമകളായ അമ്മയും ഞാനും ഒക്കെയാണ്. വീട്ടിലേക്ക് വന്ന് കയറിയൊരു പെൺകുട്ടിയുടെ നേരെ കൈ ഓങ്ങുന്നതും അവളെ ഇപ്പൊ ഞാൻ കൈ പിടിച്ചില്ലായെങ്കിൽ അമ്മ തല്ലത്തില്ലായിരുന്നോ, അതൊക്കെ ഏറ്റവും വലിയ തെറ്റാണ്, അമ്മ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണെന്ന് പറയുമ്പോഴേക്കും അവളിങ്ങനെ ചോദിക്കുകയാണ് തിരിഞ്ഞിട്ട്, ദേവേനി ആദർശേ നീ എന്താ പറഞ്ഞത്, ഞാൻ ചെയ്ത് തെറ്റാണെന്നോ, അതേ അമ്മേനെ എന്തൊക്കെ പറഞ്ഞാലും അമ്മ ചെയ്ത് തെറ്റ് തന്നെയാ, അമ്മ ഒരിക്കലും നയനെ അടിക്കാൻ കഴിയുവാൻ പാടില്ലായിരുന്നു, അടിക്കാനും പാടില്ല, ഈ വീട്ടിലേക്ക് വന്ന് കയറിയ പെണ്ണിനെ അടിക്കാനോ ഉപദ്രവിക്കാനോ ആർക്കും അവകാശമില്ല, അത് ഈ നിൽക്കുന്ന എനിക്കാണെങ്കിൽ പോലും അവകാശമില്ല, അതമ്മ മനസ്സിലാക്കണമായിരുന്നു, അമ്മ ചെയ്ത് തെറ്റ് തന്നെയാണെന്ന് പറയുന്നു. അപ്പോഴേക്കും ജയൻ പറയാണ്, ഞാനും എത്രത്തോളം പോകും നോക്കി നിൽക്കായിരുന്നു, നീ ചെയ്തത് എന്താണ് തെറ്റ് തന്നെയാണ്, ഈ ചെറിയൊരു പ്രശ്നത്തിന്റെ പേരിൽ ഇത്രയും ബഹളം വെക്കേണ്ട ഒരു കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. മൂത്തച്ചിയും അത് തന്നെ പറയുമ്പോഴേക്കും കൊച്ചച്ഛൻ പറയാണ്, അതായത് അനിയുടെ അച്ഛൻ പറയാണ്, അതെ ദേവയാനിക്ക് കുറച്ച് അഹങ്കാരം ഇപ്പോൾ കൂടുതലാണ്, ഈ ചെയ്ത് എന്തായാലും വലിയ തെറ്റായിപ്പോയി. അപ്പൊ ജാനകിയും പറയുന്നുണ്ട്, ചേച്ചിക്ക് ഇപ്പൊ അഹങ്കാരം കൂടി നിൽക്കുക, നയനമോൾ എന്ത് ചെയ്താലും കുറ്റം കണ്ടുപിടിക്കാൻ നിൽക്കല്ലേ, നയന ഒരു തെറ്റും ചെയ്തിട്ടില്ല, ചെയ്ത് തെറ്റ് മൊത്തം ചേച്ചിയാണെന്ന് പറയുമ്പോഴേക്കും, അയ്യോ നിർത്ത് മതി, സോറി എന്ന് പറഞ്ഞ് തലയിൽ കൈ വെച്ചിട്ട് സോറി എന്ന് പറയുമ്പോഴേക്കും, അമ്മ എന്താ അമ്മയെ കാണുന്നത് വെച്ചാൽ ആദർശ് കയ്യിൽ പിടിക്കുമ്പോൾ, വേണ്ട നീ എന്നെ കയ്യിലൊന്നും പിടിക്കണ്ട, മാറിപ്പോടാ അവിടെ നിന്ന് പറയാണ്. അപ്പോഴേക്കും ആദർശ് അമ്മ എങ്ങനെയൊന്നും പറയില്ലെന്ന് പറയുമ്പോൾ, എന്താടാ ഞാൻ പറഞ്ഞാൽ എന്താണ് കുഴപ്പം, എല്ലാവരും പറഞ്ഞു ഞാൻ തെറ്റുകാരൻ, അതാ ഞാൻ തെറ്റുകാരി, എന്നോട് ഇവിടെ ഒന്ന് ക്യാഷ് ചോദിച്ചത് ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുകയാണ്, അതെങ്കിൽ ഇവക്കൊന്ന് പറഞ്ഞു തന്നു ചോദിക്കുമ്പം അതിന് അമ്മ എന്നെ പറയാൻ സമ്മതിച്ചിട്ട് വേണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ജാനകി പറയാണ്, ഈ ജലജ പറഞ്ഞതിൽ എനിക്ക് യാതൊരു വിശ്വാസവും ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ജയൻ പറഞ്ഞു, എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്, നയനമോളോട് മീനാക്ഷി വന്നിട്ട് എന്തായാലും ദേവേനി പൈസ തരില്ല എന്ന് പറഞ്ഞ കാര്യം അറിഞ്ഞു കാണില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ നയന ഒരിക്കലും കൊടുക്കില്ലായിരുന്നു, ഞങ്ങൾക്ക് 100% ഉറപ്പാണെന്ന് പറയുകയാണ്. അതേസമയത്ത് തന്നെ മുത്തശ്ശിയും പറയുന്നുണ്ട്, ഈ വീട്ടിൽ സർവ്വാധികാരവും നയന മോക്കൂടെ അവകാശപ്പെട്ടതാണല്ലാതെ ഇവിടെ ആർക്കും ഞാൻ തീരെഴുതി കൊടുത്തിട്ടില്ല, മൂത്ത മരുമകൾക്ക് അവകാശം ഞാൻ കുറെ കൊടുത്തിരുന്നു, പക്ഷെ അതൊക്കെ തെറ്റായി പോയെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ കേൾക്കുമ്പോൾ ദേവയാനിക്ക് ആകെപ്പാടെ അങ്ങ് വല്ലാത്തൊരവസ്ഥയിൽ നിന്നിട്ട്, സോറി എന്നോട് എല്ലാവരും ക്ഷമിച്ചേരെ എന്നൊക്കെ പറഞ്ഞ് കയ്യും കൂപ്പി അവിടെ ക്ഷമയും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഒക്കെ നയനെ കൊല്ലാനുള്ള ദേഷ്യമാണ്, അങ്ങനെ നയനെ അങ്ങനെ നോക്കിയിട്ടാണ് തുറച്ചു നോക്കി നിൽക്കുകയാണ്. അപ്പൊ നയനെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. അപ്പോഴേക്ക് ആദർശോട്, വേണ്ട ഇനി ഞാൻ ഈ വീട്ടിൽ ഒരു കാര്യത്തിലും ഇടപെടുകയോ എനിക്കൊരു അവകാശമോ വേണ്ട, ഇനി ഈ മൂലയിലെങ്ങാനും ഞാനൊരു ജഡത്തെ പോലെ ഇവിടെ ജീവിച്ചോളാം എന്ന് പറയുകയാണെന്ന് ശബ്ദം ചെയ്യാൻ കേട്ടോ. നീ എന്താ ദേവൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പറയുമ്പോൾ, അതെ ഞാൻ ചെയ്യുന്നതാ തെറ്റ്, ഇവള് ചെയ്യുന്നൊന്നും ആർക്കും തെറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു ഭ്രാന്തിയെ പോലെ അവിടെ കിടന്ന് ദേവേനെ അലറുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഇന്നത്തെ എപ്പിസോഡാണ്. അപ്പം ഈ ആഴ്ചയിലുള്ള കംപ്ലീറ്റ് സ്റ്റോറി നമ്മൾ അവിടെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പൊ വ്യൂ തീരെ കുറവാണ് കേട്ടോ, എല്ലാവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.